ഹായ് ഹലോ നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങളോട് പറയുന്നത്. അവർ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളെ വിട്ട് കളയാനൊന്നും അവർ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചില വ്യക്തികൾ ഉള്ളതായി കാണുന്നു. ചില നെഗറ്റീവ് വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ കടന്നുകൂടി നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ അതൊന്നും നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നു നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണെ ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സംശയിക്കുന്നത് കൊണ്ട് ആ ഒരു സംശയം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ഡൗട്ടിങ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സംശയിച്ചു കൊണ്ട് എപ്പോഴും കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കാണാൻ വരുന്ന സമയത്തോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഇഷ്ടമാണോ, എന്തുകൊണ്ടാണ്, മറ്റാരെങ്കിലും ലൈഫിലുണ്ടോ എന്നുള്ള ഡൗട്ട് തോന്നുന്ന രീതിയിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കോള് മെസ്സേജുകൾ ഇഗ്നോർ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളോടുള്ള നല്ല നിമിഷങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ ഒരു ചോദ്യങ്ങൾ, നിങ്ങൾ വിട്ടുപോകുമോ, വേറെ ആരെങ്കിലും ലൈഫിലുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളോടൊപ്പം അവർ സ്പെൻഡ് ചെയ്യുവാൻ, ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു സംസാര രീതി ഒന്ന് മാറ്റിയാൽ മാത്രം മതി എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പലപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾ പല തെറ്റുകളും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും സമ്മതിച്ച് തരാൻ അവർ തയ്യാറാകുന്നില്ല. അവർക്കറിയാം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർക്കറിയാം. എങ്കിൽ പോലും ആ തെറ്റുകളെല്ലാം നിങ്ങളുടെ സംശയമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ അതിൽ കുറ്റക്കാരാക്കി നിങ്ങളുടെ തലയിലേക്ക് അത് വെച്ച് കെട്ടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും അവരുടെ കുറ്റം സമ്മതിച്ച് തരുന്നില്ല എന്നുള്ളത് അവർക്കും അറിയാം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാനാണ് തെറ്റുകാരെന്ന് അവർക്കറിയാം, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നറിയാം. പക്ഷേ എങ്കിലും ആ തെറ്റുകളെല്ലാം നിങ്ങളിലേക്കാണ് ചുമത്തുന്നതെന്ന് അവർ പറയുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സന്ദർശിക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.